മലബാറിൽ സജീവമായിട്ടുള്ള മെക്സവൺ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെയാണ് ഇപ്പോൾ CPM-ഉം മറ്റു ചില സാമുദായിക സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തിലധികമായി സജീവമായി വ്യായാമ രംഗത്തുള്ള ഒരു കൂട്ടായ്മയാണ്. നിരവധി ആളുകളാണ് ഇവരുടെ പരിശീലനത്തിൽ രാവിലെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരാറുള്ളത്. CPM-ഉം അതുപോലെ തന്നെ ചില സാമുദായിക സംഘടനകളും അതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സലാഹുദ്ദീൻ കെയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് ഷായും മറ്റൊരു ട്രെയിനറായിട്ടുള്ള നാസർ കെയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഫൗണ്ടർ കൂടിയായിട്ടുള്ള സലാഹുദ്ദീൻ കാഴ്ച ചോദിക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ രൂപീകരണത്തിലേക്ക് എത്തുന്നത്? ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? 2010 ഞാൻ സർവീസ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി, ആരോഗ്യകരമായിട്ടുള്ള ക്ഷേമത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്ന ചിന്തയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് പരമ്പരാഗത യോഗ നാട്ടുകാർക്ക് വേണ്ടി ആരംഭിച്ചു. അതിനുശേഷം അന്ന് 10-40 ആളുകൾ അത് അറ്റൻഡ് ചെയ്തു. 2010 മുതൽ 2012 വരെ ഞാൻ അതുമായി മുന്നോട്ട് പോയി. പക്ഷേ അതിൽ പ്രായം കൂടിയ ആളുകൾ ആരും വരാറില്ലായിരുന്നു. ഒരു ഏജ് കാറ്റഗറി 35, 40, 50 വയസ്സുള്ള താഴത്തുള്ള ലെവലിലെ ആളുകൾ എത്തിയിരുന്നു. 2012 ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ പ്രായമുള്ള ആളുകളേക്ക് ഇതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആളുകൾ ഈ വ്യായാമ രീതിയിലേക്ക് എത്തിയാൽ കൂടുതൽ അവർക്ക് ആരോഗ്യരംഗത്ത് ഫലപ്രദമാവുന്ന ചിന്തയിൽ നിന്നാണ് പുതിയൊരു രീതി ഞാൻ പരീക്ഷിക്കുന്നത് 2012. അങ്ങനെയാണ് ഈ മെക്സവൺ എന്നുള്ള സിസ്റ്റം ഞാൻ 2012 മൊഡ്യൂൾ ചെയ്യുന്നത്, രൂപകൽപ്പന ചെയ്യുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിരിക്കണം, എല്ലാ ഏത് ഏജ് കാറ്റഗറികളിലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം, വളരെ എഫക്റ്റീവായിരിക്കണം. ഈ 3 ഫാക്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനത് രൂപകൽപ്പന ചെയ്യുന്നത്. അങ്ങനെയാണ് മെക്സവൺ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 7 കണ്ടൻറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് എയറോബിക് എക്സസൈസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട്, യോഗ എക്സസൈസ് വരുന്നുണ്ട്, ഡീപ്പ് ബ്രീത്തിങ് വരുന്നുണ്ട്, അക്യുപ്രഷർ വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഫേസ് മസാജ്. ഇങ്ങനെ 7 കണ്ടൻറ്റ് ഉപയോഗിച്ച് 21 മിനിറ്റിൽ 21 എക്സസൈസാണ് അന്ന് വിഭാവനം ചെയ്തത്. അത് ആവിർഭാവനം ചെയ്ത് ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും മാത്രമേ 10 വർഷത്തോളം ചെയ്ത് മുന്നോട്ട് പോവുകയും അതിൻ്റെ ഫലപ്രാപ്തി എത്രയാണ് എൻ്റെ നാട്ടുകാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയും കോവിഡ് അനന്തരം അതിൻ്റെ എല്ലാം ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒബ്സർവ് ചെയ്തു, നിരീക്ഷണങ്ങൾ നടത്തി, അതിൻ്റെ ഫലപ്രാപ്തി തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷം മനസ്സിലായി ഇത്രയും നന്മയേറിയ, ഇത്രയും ഗുണം കിട്ടുന്ന ഒരു എക്സസൈസ് സിസ്റ്റം എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ എന്ത് ചെയ്തു, അത് സൗജന്യമാണ്, പൂർണ്ണമായിട്ടും സൗജന്യമാണ് ഇത്രയും കാലം ഞാൻ ചെയ്തിരുന്നത്. അത് സൗജന്യമായിട്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന് തീരുമാനമെടുക്കുകയും അത് ഫസ്റ്റ് ബ്രാഞ്ച് ചെമ്മലപ്പറമ്പ്, തുറക്കിൽ എൻ്റെ നാട്ടിൽ തന്നെ ചെമ്മലപ്പറമ്പ് എന്ന പ്രദേശത്ത് ഫസ്റ്റ് ബ്രാഞ്ച്, കുറേ പ്രായമുള്ള ആളുകളുണ്ട്, അവർക്ക് സൗകര്യത്തിന് വേണ്ടി അവിടെ ആരംഭിച്ചു. തുറക്കിൽ നിന്ന് 500 മീറ്റർ അകലെ. ശേഷമാണ് ആ വർഷം തന്നെ 22 എൻ്റെ സുഹൃത്ത് KT മുസ്തഫ, അതേപോലെ അറക്കൽ ബാവ ഇതിൻ്റെ അംബാസിഡറാണ്. അവർ വരുന്നു, പഠിക്കുന്നു. അത് അവരെ മെയിൻ ബ്രാഞ്ചായിട്ട് പെരുവള്ളൂരിൽ പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നു. ശേഷം അറക്കൽ ബാവയെ ഞാൻ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ചുമതല ഏൽപ്പിക്കുന്നു. അതിനുശേഷമാണ് 2022 മുതൽ ഇപ്പോൾ 2024 വെറും 2 വർഷത്തിനകത്ത് തന്നെ ഏകദേശം 1000-ഓളം ബ്രാഞ്ചുകൾ മെക്സവൺ ഇപ്പോൾ പല കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലായിട്ടും അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആരാണ് പഠിച്ചെടുക്കുന്നത്? അവരെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് പഠിപ്പിക്കണം. ആരോഗ്യക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അതിൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിൽ സംതൃപ്തരായിട്ട് നിരവധി ആളുകൾ പല മേഖലകളിലേക്കും ആ കൂട്ടായ്മ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഫണ്ടിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേയ്മെൻറ്റോ നിങ്ങൾ വാങ്ങുന്നുണ്ടോ? ഒരു സംശയത്തിന്. തീർച്ചയായും എല്ലാവർക്കും ഉള്ള സംശയമാണ്. തീർച്ചയായും ഒരു പൈസ പോലും വാങ്ങാതെ പൂർണ്ണമായിട്ട് സൗജന്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് ആളുകൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചത്. തന്നെയുമല്ല, ഇത് ചെയ്ത ഏതൊരു വ്യക്തിയും വളരെ വ്യക്തമായിട്ടുള്ള കാതലായ മാറ്റങ്ങൾ അവർക്ക് ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ലഭിക്കുന്നുണ്ട്. അത്രയും ഒരു ആളുകൾ ഇത് ഇഷ്ടപ്പെട്ട് ഹൃദയത്തോട് ചേർത്ത് അവർ തന്നെയാണ് ഇതിൻ്റെ പ്രചാരകന്മാരായിട്ട് മുന്നോട്ട് വരുന്നത്. എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് നിങ്ങൾ പരിശീലനമായിട്ട് നൽകുന്നത്. അതെ, പൂർണ്ണമായിട്ട് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് പബ്ലിക്കിന് കൊടുത്തത്. നീണ്ട 10 വർഷം ഞാനത് വെച്ചു. കാരണം ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, എല്ലാം ചെക്ക് ചെയ്ത് ഫൈനലൈസ് ചെയ്ത ശേഷം 10 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ വൈസ് ക്യാപ്റ്റൻ ഇവരെല്ലാം കൂടിയിട്ടാണ് അതെന്ത് പറഞ്ഞു. ഈ മെക്സവൺ കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങളുടെ പരിശീലനത്തിലേക്ക് നിങ്ങൾ ക്യാമ്പയിൻ പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയിരുന്നോ? ആളുകളെ നിങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നോ? അത്തരം എന്തെങ്കിലും പരിപാടികൾ നടത്തിയിരുന്നോ? അതോ നിങ്ങളുടെ പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരാണോ ഈ പല മേഖലകൾ നടക്കുന്ന ഇടങ്ങളിലുള്ളത്? നമ്മൾ അത്തരം ക്യാമ്പുകളൊന്നും നടത്താറില്ല. ഇത് ആളുകൾ അറിഞ്ഞിട്ട് മൗത്ത് ടു മൗത്താണ് ഇതിൻ്റെ സ്പ്രെഡിങ് നടക്കുന്നത്. അവർക്ക് ലഭിച്ച ഗുണം മറ്റുള്ളവർക്ക് പറയുന്ന ആളുകൾ എത്തുന്നു. അങ്ങനെ പഠിച്ചെടുക്കുന്ന ആൾ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഈ കൊണ്ടോട്ടി ബ്രാഞ്ചിൽ ഈ മൊയ്യൻകുട്ടി വൈദ്യസ്മാരത് വരുന്ന ഒരാൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കീഴ്ശ്ശേരിക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് തോന്നി ഇത് നല്ല വ്യായാമമാണ്, എൻ്റെ നാട്ടിലെ ജനങ്ങൾ കൂടി പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ച് അവരെന്ത് ചെയ്യുന്നു, അവർ തന്നെ പഠിച്ചെടുക്കുന്നു, അവരവരുടെ നാട്ടിൽ പോകുന്നു. ബ്രാഞ്ച് ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായതുകൊണ്ട് കൂടുതൽ ആളുകൾ ജനം ഒഴുകിയെത്തി എന്നുള്ളതാണ് ഇപ്പോൾ സത്യം 2 വർഷം കൊണ്ട്. കാരണം അത്രയും ഫലപ്രാപ്തി കിട്ടുന്ന ഒരു വ്യായാമം ഇപ്പോൾ മെക്സവൺ ആണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം
ഏത് പ്രായക്കാരും ചെയ്യാം. ഇതൊക്കെ എൻ്റെ ഗുണം. എന്നാൽ ഒരു ഫീസ് പോലും ഇല്ല. ഒരു ജിമ്മിൽ പോകുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് 1200 1500 രൂപ കൊടുക്കണ്ടേ. കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും രജിസ്റ്റേർഡ് കൂട്ടായ്മയാണോ? ഇപ്പോൾ ടീഷർട്ടൊക്കെ കണ്ടുകൊണ്ട് ചോദിച്ചാണ്, അങ്ങനെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ? അങ്ങനെ പ്രത്യേക സ്വഭാവമൊന്നുമില്ല. എല്ലാവരും ഒരു ടീഷർട്ട്, വൈറ്റ് ടീഷർട്ട്, ഒരു ബ്ലൂ ടീഷർട്ട് ഒക്കെ എല്ലാവരും കൊടുത്തിട്ടുള്ളൂ. അത് ദിവസങ്ങൾ ഇടുന്നതിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ ഫീസോ കാര്യങ്ങളോ രജിസ്ട്രേഷൻ ആരിൽ നിന്നും പേര് വാങ്ങുക അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. ആർക്കും വരാം, ഏത് രാഷ്ട്രീയ പാർട്ടിയും വരാം, ഏത് കാറ്റഗറിയിലേക്കും വരാം. ഇവിടെ ആരും പേര് ചോദിച്ചിട്ടല്ല ഇവിടെ അഡ്മിറ്റ് എടുക്കുന്നത്. വന്ന് കഴിഞ്ഞ് ചെയ്തതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ തുടരാം, നിർത്തണമെങ്കിൽ നിർത്താം. എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എന്നാണ് ഇതിനകത്ത്. അത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തന രീതികൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതൊന്ന് തീർന്നോട്ടെ. മെക്സവൺ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സലാഹുദ്ദീൻ പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലേക്ക് കടന്നാൽ മുഹമ്മദ് ഷാ, അതായത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുന്നത് ഈ സംഘടനയ്ക്ക് പിന്നിൽ, ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരോധിച്ച സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളാണ്. അത്തരം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട്. ഒരു ഭാഗത്തെ സമുദായ സംഘടന AP സുന്നി വിഭാഗം പോലെയുള്ള സംഘടനയിൽ നിന്നും ചില നേതാക്കളും നിങ്ങളുടെ ഈ കൂട്ടായ്മക്കെതിരെ, പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ആ ഒരു ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്കുള്ള മറുപടി? അത് തീർത്തും ഞങ്ങൾ നിഷേധിക്കുകയാണ്. അങ്ങനെ മോഹൻ മാസ്റ്റർ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ ആണ് ഇവിടെ തുടങ്ങിയത്. തുറക്കലാണ്, ഇത് ഫൗണ്ടറാണല്ലോ, ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇതിവിടെ തുടങ്ങിയത്. അവിടെ തുടങ്ങിയിട്ട് ഇന്നേ വരെ ഞങ്ങളൊരു അഭിപ്രായ വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്, CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ ഈ യൂണിറ്റിൻ്റെ കോർഡിനേറ്റർ ഒരു CPM-ന്റെ അനുഭാവിയാണ്. പിന്നെ എന്താണ് മോഹൻ മാസ്റ്റർ അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മതസംഘടനൻ്റെ ചില ആളുകൾ ഇതിൽ പറയുന്നുണ്ട്. അതിലും നമുക്ക് എന്താണ് പറയാൻ കാരണം എന്ന് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ മതസംഘടനകൾ, ചില രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകളൊക്കെ ഈ വല്ല പ്രോഗ്രാമുകൾ, വല്ല സമ്മേളനങ്ങൾ, ഖുർആൻ ക്ലാസ്സുകൾ ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ആളുകളെ വല്ലാതെ കിട്ടുന്നില്ല. ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അവർക്കൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ നമുക്കറിയാം, ആരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്, ആണായാലും പുരുഷനായാലും. അത് തിരിച്ചറിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് 20 മിനിറ്റ് കൊണ്ട്, നമുക്കറിയാം ഒരു ദിവസത്തിൽ 20 മിനിറ്റ് കൊണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ആ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകൾ തുടരും. ഇപ്പോൾ ഫൗണ്ടർ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, ഇവിടെ കൊണ്ടോട്ടി അങ്ങാടിയിലാണ്, ഹൃദയ ഭാഗത്താണ് ഇവിടെ നടക്കുന്നത്. റോഡിലൂടെ പോകുന്ന ആളുകൾ ഇത് കാണുമ്പോൾ അവർ പിറ്റേന്ന് ഇവിടെ വരും. അവർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കാറില്ല ഞങ്ങൾ ഇവിടെ നിന്നാണ്. അവർ ഇതിൽ ജോയിൻ ചെയ്യും. 4 ദിവസം കഴിഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ ചോദിക്കാറില്ല എന്ത് ഈ വരാഞ്ഞ് ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഈ മെക്സവെല്ലിൽ ആർക്കും എപ്പോഴും വരാം, എപ്പോഴും പോകാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടോ ഒരു ചിന്താഗതിയിലൂടെ കൊണ്ടുപോകുന്നതോ ഒരു സ്വഭാവം ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങളൊരു യൂണിറ്റിലും ഞങ്ങളത് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല. പിന്നെ അങ്ങനെയൊക്കെ ആളുകൾ പറയാനുണ്ടായ ഒരു കാരണമാണ് ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്. ഞങ്ങളിപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പറയാനുള്ളൊരു കാരണം എന്താണ്? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു സാധനം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത്തരം പരിപാടികൾ, അവർ നടത്തുന്ന പരിപാടിയിലേക്ക് ആളുകളെ കിട്ടാത്ത ഒരു സ്വഭാവത്തിൽ ആളുകളൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. കാരണം സോഷ്യൽ മീഡിയയിൽ ആളുകളൊക്കെ പലതും വായിക്കാനും പിന്നെ വായിച്ചെടുക്കുവാനും അതേപോലെ ചിന്തിക്കാനും ഒക്കെ ആളുകൾ മെനക്കെട്ടാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറേ 2-3 മണിക്കൂറുകൾ പോയിരിക്കേണ്ട ഓരോ ക്ലാസ്സിൽ 10-15 മിനിറ്റ് സോഷ്യൽ മീഡിയയുടെ മുന്നിലിരുന്നാൽ മതി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇപ്പോൾ നമുക്കറിയാലോ, ഇത് വ്യാപകമായിട്ടുണ്ട് കേരളത്തിലുടനീളം, കേരളത്തിൻ്റെ പുറത്തും ഇതോട്. അപ്പോൾ ഇത് ആളുകൾ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരൊറ്റ ദിവസം ചെയ്താൽ മതി, പിറ്റേന്ന് അവന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുക. അത് വീണ്ടും അവർ തുടരുകയാണ്. അത് തുടരുന്നതിൽ നമുക്കത് പറയാൻ പറ്റുമോ? നിങ്ങളവിടെ തുടങ്ങണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയപ്പെടുന്ന സംഘടനയുടെ പോലെ ഒരു പരിപാടിയേ അല്ല. നമ്മളൊരു പ്രസംഗം നടത്താറില്ല, നമ്മളൊരു വേദി കെട്ടി ആളുകളെ ക്ഷണിക്കാറില്ല, അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്താറില്ല. നമ്മൾ രാവിലെ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ, ആരോഗ്യക്ഷേമത്തിന് വേണ്ടി ചില വ്യായാമം മുറകളൊക്കെ തന്നെ കാണിക്കും. ആ ഒരു പരിശീലനത്തിൽ ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അറിഞ്ഞു വരും. ഇതിലൊരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ 20 മിനിറ്റ് കൊണ്ട് തീരുന്നൊരു സംഭവമാണത്. 20 മിനിറ്റ് കൊണ്ട് 21 എക്സസൈസ് തീരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റൗണ്ടപ്പ് ഉണ്ടാവും. ആ റൗണ്ടപ്പിൽ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് പറയുകയാണ്. അതായത് ആൾ വന്നിട്ട് ഒരു 10-15 ദിവസം ഉണ്ടാവും. ആ 15 ദിവസത്തിൽ അയാൾക്ക് ശരീരത്തിന് എന്ത് ഗുണം കിട്ടി, അയാളുടെ ആരോഗ്യത്തിന് മാനസികമായിട്ട് എന്ത് ഗുണം കിട്ടി, അത് അയാളിവിടെ പൊതുവായിട്ട് വിശദീകരിക്കും. അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവർക്കും പറയാം. ഒരു പക്ഷേ ഞാൻ ഒരു ലീഗിൻ്റെ ആളാണ്. ഈ ഫൗണ്ടർ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഞാനൊരു ലീഗുകാരനാണ്. പക്ഷേ ഞാൻ പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് സലാം പറഞ്ഞെന്ന് വരും, അല്ലേ? ഇവിടെ രാഘവേട്ടുണ്ട്,
ഇവിടെ പിന്നെ വിജയനുണ്ട്, ഇവിടെ കൃഷ്ണനുണ്ട്. അവരൊക്കെ പറയുമ്പോൾ നമസ്കാരം എന്ന് പറയും. അത് നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ? അത് അവരുടെ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളൂ, ആ മത ചിന്തകളിൽ. അല്ലാതെ ഇതിൽ വേറെ ഒരു വ്യത്യാസമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ ഞങ്ങൾ 12 വർഷമായി, 12 വർഷം, ഈ 12 വർഷത്തിനിടക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയോ മതപരമായിട്ട് ചിന്തിക്കുകയോ വർഗീയപരമായിട്ട് ഞങ്ങൾ ആലോചിക്കുകയോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ തീർത്തും നിഷേധിക്കുകയാണ്. ആ ഏത് രീതിയിലുള്ള അന്വേഷണം വന്നാലും അത് കൃത്യമായി അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളെ വിമർശനങ്ങളെയൊക്കെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഈ കൂട്ടായ്മയെ? ഒരിക്കലും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ഞങ്ങളിപ്പോൾ നാളെ അദ്ദേഹം പിന്നെ ഇവിടെ പോവുകയാണ്, പിന്നെ പിന്നെ മറ്റേ പെരിന്തൽമണ്ണ പട്ടാമ്പി പോവുകയാണ്. പട്ടാമ്പി ഞാൻ നാളെ പിന്നെ പരപ്പനങ്ങാടി പാലത്തിങ്ങിൽ പോവുകയാണ്. അവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അത് ഓരോ ദിവസം ഞങ്ങൾ മാറി മാറി പോകുന്നുണ്ട്. അവിടെ ഒന്നും ഇതേപോലെ ഒരു പ്രശ്നങ്ങളും അവിടെ പിന്നെ വരുന്നില്ല. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എങ്ങനെയാണ് ഇത് വരുന്നത്? അതിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് ഇത്തരം ആളുകൾക്ക്. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവർക്ക് ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഇടയിലുണ്ട്. അത് ഞങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നല്ലൊരു ഐക്യവും സമുദായ സൗഹാർദ്ദവും നല്ല നിലക്ക് നിറഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ നല്ലൊരു ആരോഗ്യവും നല്ലൊരു ആരോഗ്യ സംസ്കാരവും ഈ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെ ആ നിലയിൽ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അതിനൊരു രാഷ്ട്രീയ സ്വഭാവമോ അത്തരത്തിലുള്ള താല്പര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് MEX7-ൻ്റെ ഫൗണ്ടറും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ നമ്മളോട് വിശദീകരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, കൊണ്ടോട്ടി.